തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കാണ്, മധ്യകേരളത്തിലേക്കാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് തയ്യാറെടുത്ത് കൊച്ചി കോർപ്പറേഷൻ. മേയർ സ്ഥാനാർത്ഥികളായി ദീപ്തി മേരി വർഗീസ് അടക്കമുള്ളവരാണ് കോൺഗ്രസിന്റെ പരിഗണനയിലുള്ളത്. കൊച്ചി കോർപ്പറേഷൻ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെയാണ്. LDF സ്ഥാനാർത്ഥി നിർണയം ഇന്ന് പൂർത്തിയാകും. BJP സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി. പ്രഖ്യാപനം മറ്റന്നാൾ ഉണ്ടാകും. ലേബി സജീന്ദ്രൻ ചേരുന്നു. ലേബി, ഏതൊക്കെ മുന്നണികൾ ആരെയൊക്കെ നിർത്തിയുള്ള പടയൊരുക്കത്തിനാണ് ഒരുങ്ങുന്നത്? പ്രത്യേകിച്ച് ദീപ്തി മേരി വർഗീസിനെ അടക്കം കോൺഗ്രസിന്റെ പരിഗണനയിലുണ്ടെന്നറിയുന്നു. എപ്പോൾ ഇതിലൊരു ചിത്രം തെളിയും? കോർപ്പറേഷനെ സംബന്ധിച്ച് എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയാകും ലേബി? റോഷ്നി, കൊച്ചി കോർപ്പറേഷനാണ് ഇരു മുന്നണികളുടെയും മധ്യകേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നായി കാണുന്നത്. ഏറ്റവും നിർണായകമായ മത്സരം, ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന സ്ഥലം കൊച്ചി കോർപ്പറേഷൻ. കഴിഞ്ഞ തവണ 74 ഡിവിഷനായിരുന്നു. അതിൽ LDFന് 34, UDFന് 31, BJPക്ക് 5. ഇതിൽ 34 എന്ന് പറയുമ്പോൾ സ്വതന്ത്രരെ കൂടെ ചേർത്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ LDF ഭരണം പിടിച്ചത്. ഇക്കുറിയാകട്ടെ അങ്ങനെ കൈവിട്ടു പോകാതെ ഇത് കാക്കാനായി ഇറങ്ങിയിരിക്കുന്നത്, ഇത് ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുന്നത് VD സതീശൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കൊച്ചി കോർപ്പറേഷന്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതേസമയം LDFിലാകട്ടെ മന്ത്രി P രാജീവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനും നിയന്ത്രിക്കുന്നു. BJPയിലാകട്ടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും നിയന്ത്രിക്കുന്നു. അത്തരത്തിൽ പ്രമുഖർ തന്നെ നേരിട്ടെത്തി നിയന്ത്രിച്ച് കളം പിടിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. UDFനെയും LDFനെയും സംബന്ധിച്ചിടത്തോളം ബലാബലം നിൽക്കുന്ന ഒരു സ്ഥലം എന്നത് തന്നെയാണ് പ്രത്യേകത. ഇത്തവണ അവകാശവാദങ്ങളൊക്കെ UDF വലിയ അവകാശവാദം നടത്തുന്നുണ്ട്. വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. LDFും ആവേശത്തിലും പ്രതീക്ഷയിലും ഒട്ടും പിന്നിലില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മേയർ സ്ഥാനം വനിതയ്ക്കാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കോൺഗ്രസിന്റെ ദീപ്തി മേരി വർഗീസ് KPCC ജനറൽ സെക്രട്ടറിയാണ്. VK മിനിമോൾ കോർപ്പറേഷനിൽ, ഇവരെല്ലാവരും കോർപ്പറേഷനിൽ കൌൺസിലേഴ്സ് തന്നെയായിരുന്നു. VK മിനിമോൾക്ക് പ്രവൃത്തി പരിചയമുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിയന്ത്രിച്ചു പരിചയമുണ്ട്. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷയാണ്. ഒപ്പം തന്നെ മാലിനി അവരും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ നിയന്ത്രിച്ച് പരിചയമുണ്ട്. അങ്ങനെ പരിചയസമ്പന്നരെ UDF ഇറക്കുന്നു. ഒപ്പം തന്നെ LDFിൽ ഇപ്പോൾ നമ്മൾക്ക് ഒടുവിൽ കിട്ടിയിരിക്കുന്ന ഒരു ചിത്രം ഇതാണ്. ഇതിനൊക്കെ മാറ്റമുണ്ടാകാം. LDFന്റെ മേയർ സാധ്യത അംബിക, കുന്നുംപുറം ഡിവിഷനിൽ നിന്ന് ഉള്ള അംബിക. ഇവർക്ക് സാധാരണ CPMന് 2 ടേം അതിന്റെ നോംസ് ഉണ്ട്. നോംസ് മറികടന്ന് മൂന്നാമത് മത്സരിക്കുകയാണ് അംബിക. അതുകൊണ്ട് തന്നെ അംബികയ്ക്ക് ഇതിൽ സാധ്യത കൽപ്പിക്കുന്നു. ഒപ്പം മായാദേവി ഗാന്ധിനഗർ ഡിവിഷൻ, ശശികല രവിപുരം ഡിവിഷൻ, ദീപ വർമ്മ, ഇവർക്കൊക്കെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. ഇതിന്റെയൊക്കെ ഒരു അന്തിമ ചിത്രം വരുന്നതേയുള്ളൂ. CPMനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഘടകകക്ഷികളുമായുള്ള ചർച്ച കുറച്ച് വൈകി. പക്ഷേ LDF സ്ഥാനാർത്ഥി നിർണയമൊക്കെ പൂർത്തിയായി. അതിന്റെ ബാക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് ആ പട്ടിക വിട്ടിരിക്കുകയാണ്. ഏതായാലും പ്രഖ്യാപനം ഒട്ടും വൈകില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം പൂർത്തിയാക്കി വച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ ഇന്ന് വൈകുന്നേരം കുറച്ച് പ്രഖ്യാപനം കുറച്ചുപേരുടെ വരുമെന്ന് പറഞ്ഞെങ്കിലും നാളെ രാവിലെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിഞ്ഞിരിക്കുന്നത്. BJPയുടെ മറ്റന്നാൾ പ്രഖ്യാപനം ഉണ്ടാകും. ഏതായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലം എന്നതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികളും എല്ലാ പോരാട്ട വീര്യവും പുറത്ത് എടുത്തുകൊണ്ടാണ് ഇവിടെ മത്സരത്തിന് ഇറങ്ങുന്നത്. സ്ഥാനാർത്ഥികൾക്ക് വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കാനുള്ള ശ്രദ്ധയാണ് രണ്ട് മുന്നണികളെയും കാണിച്ചിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം 5 സീറ്റുകൾ നിലവിലുണ്ട്. അത് വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഏതായാലും പോരാട്ട വീര്യമെല്ലാം പുറത്തെടുത്തുകൊണ്ടാണ് മുന്നണികൾ ഇവിടെ കൊച്ചി കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായി രംഗത്ത് വന്നിരിക്കുന്നത്. റോഷ്നി, ലേബി പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥി ചിത്രം കൂടുതൽ വ്യക്തതയോടെ തെളിയുന്നതോടെ ഈ പോരാട്ട വീര്യം കൂടുതൽ കനക്കും. ഇപ്പോൾ തന്നെ പരസ്പരം ഉള്ള വീര്യം അത്രത്തോളം എത്തിയിട്ടുണ്ട്. എറണാകുളം കോർപ്പറേഷനിലെ വിവരങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനിയിപ്പോൾ ഈ ദേശപ്പോരിൽ കേരളം കേൾക്കാൻ ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുള്ള പല കോർപ്പറേഷനുകളുണ്ട്. പ്രധാനപ്പെട്ട ചിലത് തൃശൂര്, പാലക്കാട്, കോഴിക്കോട്, അവിടേക്കെല്ലാം നമുക്ക് എത്തണം.